നമുക്ക് ബ്ലെസ്സിങ്ങിനായിട്ട് വന്നതായിരിക്കുമോ, ഈ നമ്മളെ ബ്ലെസ് ചെയ്യാൻ വേണ്ടി ആ രൂപത്തിൽ വന്നതായിരിക്കുമോ എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. നമുക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും ഞാൻ ചിന്തിക്കുന്നത്, അതായത് ആ വ്യക്തി ഞാൻ വേറെ രൂപത്തിൽ പിന്നെ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് ഒരു പ്രത്യേക രൂപത്തിൽ നമ്മുടെ മുമ്പിൽ വരികയും നമുക്ക് എന്തോ ബ്ലെസ്സിങ് തന്നിട്ട് പോകുന്നതായിട്ട് നമുക്കൊരു അനുഭവം ഉണ്ട്. പക്ഷെ അത് മറ്റൊരാൾ പറയുമ്പോൾ എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ഇലയിൽ എന്തെങ്കിലുമൊക്കെ പുള്ളികളും പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്രശ്നങ്ങൾ ഓരോന്നും പറയാൻ പറ്റും. ഇന്ന പ്രശ്നങ്ങൾ അതിൽ ഭാവിയൊക്കെ ഒരുപാട് പ്രവചിക്കാൻ പറ്റുമല്ലേ ആ രീതിയിൽ. അപ്പം അതിലും ഈ പൂർവ്വജന്മത്തെ പറ്റി പറയാൻ പറ്റുമോ? ഇല്ല. ഈ വർത്തമാന കാലവും പിന്നെ ഭാവി ദശ അല്ലെ കാലവും മാത്രമേ പറയാൻ പറ്റുന്നത്. അങ്ങനെയാണ്. പൂർവ്വജന്മം നമുക്ക് തന്നെ അറിയാൻ പറ്റും. നമ്മളിപ്പോൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ പൂർവ്വജന്മത്തിൽ എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. അപ്പം ഇനിയൊരു ഫ്യൂച്ചറിൽ ഒരു ജന്മം ഉണ്ടെങ്കിൽ തന്നെ അതിൽ നല്ലൊരു ജന്മം എടുത്ത് വരണം എന്നുണ്ടെങ്കിൽ നല്ല പ്രവൃത്തികൾ ചെയ്യുക. കർമ്മ നന്നായിരിക്കുന്നതിനനുസരിച്ചിരിക്കും. അല്ല, ഈ വരാൻ പോകുന്ന ജന്മം ചിലപ്പം ഇനി അല്ലെങ്കിൽ ഇന്ന ഒരു ജന്മം കൂടെ ഉള്ളൂ, അല്ലെങ്കിൽ ഇത് അവസാന ജന്മം തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ നോക്കിയിട്ടുണ്ടോ? സ്വന്തം കാര്യം നോക്കിയിട്ടുണ്ടോ? സ്വന്തം കാര്യം നോക്കിയിട്ടില്ല. കൂടെ ഉള്ളവരുടെ കാര്യങ്ങളോ? ജ്യോതിഷം നോക്കാൻ വരുന്ന ആൾക്കാരുടെ നമുക്ക് ഗ്രഹനിലയിൽ പ്രത്യേക ഒരു ഗ്രഹത്തിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്കത് പറയാൻ പറ്റും. ഇത് അവരുടെ ലാസ്റ്റ് ബർത്ത് ആണോ? ലാസ്റ്റ് ബർത്ത് എടുക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ ജന്മം ഒരുപാട് പരീക്ഷണങ്ങളും കഠിനാധ്വാനം വേണ്ടി വരും. മീൻസ് ആ ഒരു അൾട്ടിമേറ്റ് പവറിലേക്ക് എത്തിച്ചേരാനായിട്ട് കുറേ കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയിട്ടാണ് നമുക്ക് ഈ ജന്മം അവസാനിപ്പിക്കാൻ പറ്റുന്നത്. അത് ഗ്രഹനിലയിൽ അറിയാൻ പറ്റും. അതെ. പക്ഷെ അത് ചിലർക്ക് മാത്രമാണ് ഇത് അവസാന ജന്മം ആയിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത്. ഒരുപാട് പേരും ഇനിയും ജന്മങ്ങൾ എടുത്ത് വരണമെന്ന് ആഗ്രഹിക്കുന്ന, ഒരുപാട് ആഗ്രഹങ്ങളോടുകൂടി മരിക്കുന്നവരാണ് കൂടുതൽ. അല്ലാതെ ഇത് അവസാന ജന്മമായിരിക്കണം അല്ലെങ്കിൽ ഇനി ജനിക്കരുതേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നവര് കുറവായിരിക്കും അല്ലേ? പക്ഷെ അങ്ങനെ ഉണ്ട്, സത്യമാണല്ലേ. ഒരു ജന്മം കൂടെ ഉള്ളൂ അല്ലെങ്കിൽ ഇത് അവസാന ജന്മം എന്ന് പറയുന്നവര് ഉണ്ട്. പക്ഷെ അവര് നമ്മൾ കാണുമ്പോൾ സാധാരണ വ്യക്തികളായിരിക്കും. പക്ഷെ ഇവർക്ക് അങ്ങനെയൊക്കെ സംഭവിക്കും. ഇവരെന്ത് ചെയ്തിട്ടാണ് അങ്ങനെയൊക്കെ? അത് അവര് കടന്നു വന്നൊരു ജേണി ഉണ്ടല്ലോ, ആ സോളിന്റെ ഒരു ജേണി ഉണ്ടാവുമല്ലോ. ഈ ഒരു ജന്മത്തിൽ എത്തുന്നത് വരെ അവർ ചെയ്തു വന്ന ആ ഓരോ ജന്മത്തിന്റെയും ബാക്കി പത്രമായിരിക്കും ഇത് അവസാനത്തതാണോ ഇനിയും പുനർജനിക്കണോ എന്നൊക്കെ ഉള്ളത് തീരുമാനം. ഇപ്പോഴും ഉത്തരം കിട്ടാത്ത എന്താണ് വീണ്ടും വീണ്ടും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം. ബാബയെ കണ്ടെന്ന് പറഞ്ഞപ്പോഴും ഞാൻ ആലോചിക്കുമായിരുന്നു, ഇനി ശരിക്കും നമ്മൾക്കിടയിൽ ഈ കലികാലത്ത് ജീവിക്കുന്ന വ്യക്തിയാണോ അതോ ആ ഒരു നിമിഷത്തിൽ നമുക്ക് ബ്ലെസ്സിങ് തരാൻ വേണ്ടി വന്ന ആളാണോ എന്നൊക്കെ നമുക്ക് തോന്നലുണ്ടാവാം. ചിലപ്പം ഈ പറഞ്ഞ പല യുഗത്തിൽ ജീവിച്ചത് മഹാത്മാന്മാരും ഈ കലിയുഗത്തിൽ നമ്മളോടൊപ്പം ബ്ലെസ്സിങ്സ് തരാൻ വേണ്ടി അവർ പല രൂപത്തിൽ ജീവിക്കുന്നവരാണോ? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ. പക്ഷേ എനിക്കത് കണക്റ്റായി വന്നത് ഷിർദി സായി ബാബയിലേക്കാണ് കണക്റ്റ് ആയത്. അപ്പൊ അത് തന്നെ ഒരു കൺക്ലൂഷൻ കിട്ടുന്ന പോലെയാണ് ഞാൻ ആ പുസ്തകം തുറന്ന് വായിക്കുമ്പോൾ ഉണ്ടായ ആ ഒരു വരി. അപ്പോൾ അത് എനിക്ക് കൺഫർമേഷൻ കിട്ടിയതുപോലെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്റെ കാഴ്ചപ്പാട്. അത് മറ്റുള്ളവരെ ജീവിക്കുന്ന വ്യക്തിയായിരിക്കുമോ അതോ നമുക്ക് ബ്ലെസ്സിങ്ങിനായിട്ട് വന്നതായിരിക്കുമോ, ഈ നമ്മളെ ബ്ലെസ് ചെയ്യാൻ വേണ്ടി ആ രൂപത്തിൽ വന്നതായിരിക്കുമോ എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. നമുക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും ഞാൻ ചിന്തിക്കുന്നത്, അതായത് ആ വ്യക്തി ഞാൻ വേറെ രൂപത്തിൽ പിന്നെ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് ഒരു പ്രത്യേക രൂപത്തിൽ നമ്മുടെ മുമ്പിൽ വരികയും നമുക്ക് എന്തോ ബ്ലെസ്സിങ് തന്നിട്ട് പോകുന്നതായിട്ട് നമുക്കൊരു അനുഭവം ഉണ്ട്. പക്ഷെ അത് മറ്റൊരാൾ പറയുമ്പോൾ എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ആ വ്യക്തികൾ ആ രൂപത്തിൽ ഇപ്പോൾ ജീവിക്കുന്നതാണോ അതോ നമുക്ക് ബ്ലെസ്സിങ് തരാൻ വേണ്ടി ആ ഒരു പ്രത്യേക രൂപത്തിൽ ആ സമയത്ത് വന്നതാണോ എന്നുള്ള ചോദ്യം. ചില ആൾക്കാർക്ക് ആ ഒരു എനർജിയുമായിട്ട് കണക്റ്റഡ് ആവുന്ന സാഹചര്യങ്ങളുണ്ട്. ഇപ്പം ഞാനൊരാളിന് ഹീലിങ്ങും ബ്ലെസ്സിങ്ങും ഒക്കെ കൊടുക്കുന്ന സമയത്ത് അവർക്ക് കണക്റ്റഡ് ആയിട്ടുള്ള ഗുരുക്കന്മാരോ ചിലപ്പോൾ അവരുടെ പരദേവതകളുടെ പ്രത്യേക വാസന അങ്ങനെയുള്ള സിറ്റുവേഷനുകളൊക്കെ ഉണ്ട്. അപ്പം ഞാനത് മനസ്സിലാക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അവരുടെ ഏഞ്ചൽസും ഗുരുക്കന്മാരും ദേവതമാരും ഒക്കെ വരുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിപ്പം എനിക്ക് ആ ഒരു സ്മെല്ല് അവരുടെ കുടുംബക്ഷേത്രത്തിലെ ആ ദേവതയ്ക്ക് അവർ ചെയ്യുന്ന പൂജയിൽ വരുന്ന ഒരു സ്മെല്ല് എനിക്കറിയില്ല. പക്ഷെ ആ വന്ന ആൾക്കാരാണ് പറയുന്നത്, അയ്യോ ഇത് നമ്മുടെ ക്ഷേത്രത്തിൽ പോകുമ്പോഴുള്ള മണമാണ് ഈ വരുന്നത് എന്ന് പറഞ്ഞിട്ട് അവരാണത് മനസ്സിലാക്കുന്നത്. അപ്പം അതുപോലെ ഓരോ വ്യക്തികൾക്കും ഓരോ എനർജി ആയിരിക്കും നമുക്ക് കണക്ട് ചെയ്ത് തരുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഇതുപോലെ തീർത്ഥയാത്രയ്ക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയാൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന നമ്മുടെ പ്രാർത്ഥനാ റൂമിൽ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്പേസിൽ അവിടെയൊക്കെ ഇതുപോലെ ഉള്ള അനുഭവങ്ങൾ ഇനിയും വരികയാണെങ്കിൽ ഇനി ആരെ കാണണം അല്ലെങ്കിൽ ആരെ കൂടുതൽ അനുഭവിക്കണം എന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും
മൂർത്തിയോ അല്ലെങ്കിൽ വ്യക്തിയോ ഉണ്ടോ? അങ്ങനെ ഇപ്പോൾ പബ്ലിക്കലി അത് പറയാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന നമ്മളിലേക്ക് ആ ഒരു സങ്കല്പം കടന്നുകൂടി കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴും ഇല്ലെങ്കിൽ നമ്മൾ കാണുന്നതെല്ലാം അത് വന്നു എന്നുള്ളൊരു തോട്ട് വരും. അങ്ങനെയല്ല, വളരെ യാദൃശ്ചികമായിട്ട് കാണാൻ പറ്റുമ്പോൾ നമുക്ക് ഇഷ്ടം കൂടുതലുള്ള, നമുക്ക് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ചില രൂപങ്ങൾ അല്ലെങ്കിൽ ശക്തികൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ കുറേ അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പറയാൻ പറ്റുന്നതല്ല. ചില കാര്യങ്ങൾ നമ്മൾ മറച്ചു വെക്കേണ്ടതുണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള അനുഭവങ്ങൾ അത് ഞാൻ ചിന്തിക്കാതെ വളരെ യാദൃശ്ചികമായിട്ട് എനിക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ വീട്ടിലും ഉണ്ടായിട്ടുണ്ട്, അല്ലാതെ ഉണ്ടായിട്ടുണ്ട്. ഇനി എങ്ങോട്ടാണ് യാത്രയ്ക്ക് പോകണം? അതൊന്നും ഞാൻ പ്ലാൻ ചെയ്യുന്ന പോലെയല്ല. നെക്സ്റ്റ് ഡേ ഉണ്ടോ എന്നുള്ള പോലും നമുക്കറിയില്ലല്ലോ. പ്രസന്റിൽ ഇങ്ങനെ പോകുന്നു, അപ്പോഴേക്കും നമ്മളിലേക്ക് വന്നു ചേരുന്നതാണ് ഓരോ നിയോഗം പോലെ. യാത്രകളാണെങ്കിലും വ്യക്തികളാണെങ്കിലും ഒക്കെ ഒരു നിയോഗം പോലെ വന്നു ചേരുന്നതാണ്. ഇനി ഇന്ന സ്ഥലത്ത് പോകണം എന്ന് മനസ്സിലാഗ്രഹമുള്ളത് കൈലാസ ദർശനമാണ്. പഞ്ചകൈലാസം പോകണം എന്നാണ് മനസ്സിലാഗ്രഹം. എന്നെങ്കിലും അത് ഭഗവാൻ സാധിച്ചു തരുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ പണ്ടുമൊക്കെ എന്നും ചിന്തിക്കുന്നത് നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളുള്ള വ്യക്തികൾ ഒരു കുടുംബജീവിതം നയിക്കാതെ ഇങ്ങനെ സന്യാസത്തിലേക്ക് പോകുന്ന രീതിയാണ് നമ്മൾ ചിന്തിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് നമ്മുടെ കുടുംബജീവിതത്തിൽ ആ രീതിയിൽ നയിച്ചു പോയാലും നമുക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കിട്ടാം എന്നുള്ളത്. എൻ്റെ മാസ്റ്റർ പറയുന്നത് ഭൗതികവും ആത്മീയവും ഒരേപോലെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കാണ് മാസ്റ്റർ. അദ്ദേഹവും സ്വയം കുടുംബജീവിതം നയിച്ചുകൊണ്ട് മക്കളും വൈഫുമായിട്ടൊക്കെ ജീവിക്കുന്നു. അതോടൊപ്പം അദ്ദേഹം ആത്മീയത്തിൽ ഇത്രയും ഉയർന്ന തലത്തിൽ നിൽക്കുകയും ചെയ്യുന്നു. അപ്പം നമ്മളും അതുപോലെ ആകണം എന്നാണ് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇപ്പോൾ രണ്ടും നമുക്ക് ഈക്വലി കൊണ്ടുപോകാൻ പറ്റുന്നൊരു സാഹചര്യമാണ് ലൈഫിലുള്ളത്. അപ്പം ഇനിയിപ്പം ഫ്യൂച്ചറിൽ എന്തൊക്കെ പദ്ധതികൾ മനസ്സിലുണ്ടെങ്കിലും അപ്പം എന്തായാലും ഹീലിംഗ് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. പിന്നെ ഇനി ഒരുപാട് യാത്രകളിലൂടെ കൂടുതൽ ശക്തി പ്രാപിക്കണം, കൂടുതൽ ബ്ലെസ്സിങ്സ് നേടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നു. ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് എന്തെങ്കിലും നമ്മുടെ പ്രേക്ഷകരോട് ഇപ്പം പറയാനുണ്ടോ ഈ നിമിഷം? വളരെയധികം സന്തോഷം. വീണ്ടും എനിക്ക് അലക്സഞ്ജന വ്ളോഗ്സിലൂടെ പ്രേക്ഷകരെ കണ്ടുമുട്ടാൻ സാധിച്ചതിൽ വീണ്ടും സന്തോഷം. ഈ ഒരു പുതിയ വർഷത്തിൽ മുരുകയുഗം പിറക്കുന്ന ഒരു കാലഘട്ടമൊക്കെയാണ്. അപ്പം എല്ലാവർക്കും നന്മകൾ വരട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. തീർച്ചയായിട്ടും ഈശ്വരൻ്റെ ആ ഒരു അൾട്ടിമേറ്റ് പവറിൻ്റെ ബ്ലെസ്സിങ്സ് അലക്സഞ്ജന വ്ളോഗ്സിനും മാഡത്തിൻ്റെ പ്രേക്ഷകർക്കും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈ ചാനൽ പറയുന്നതും ശരിക്കും ആത്മീയ രീതിയിൽ അന്ന് ചിന്തിച്ച് തുടങ്ങിയതാണ്. പക്ഷെ അത് അതിൻ്റെ യാത്ര എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പോലും നിശ്ചയമില്ല. ഇപ്പം മാം പറഞ്ഞു നാളെ എന്ത് സംഭവിക്കുന്നു നമുക്ക് അറിയില്ല. പക്ഷെ ഇതിലൂടെ തന്നെ എനിക്ക് ഒരുപാട് പേരെ കണ്ടുമുട്ടാൻ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിന് കണ്ടുമുട്ടാൻ സാധിച്ചത് തന്നെ വലിയൊരു പുണ്യവും അനുഗ്രഹവുമായിട്ട് കരുതുന്നു. അപ്പം മാം ആണെങ്കിൽ ട്രിവാൻഡ്രത്ത് ഒരിക്കലും പരിചയമില്ലാത്തൊരു വ്യക്തിയെ ഇതിലൂടെ നമുക്ക് കാണാൻ പറ്റി, പരിചയപ്പെടാൻ പറ്റി, ഒരുപാട് അനുഭവങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റി. അതൊക്കെ തന്നെ വലിയൊരു ഭാഗ്യമാണ് അല്ലേ? ഒരിക്കലും കണ്ടുമുട്ടില്ല എന്ന് ചിന്തിക്കുന്നവർ കണ്ടുമുട്ടുകയും ഒരു ഏത് ഇപ്പം എത്ര നാൾ വിളിക്കായിരുന്നു, ഒരു വർഷം വിളിക്കാതിരുന്നാലും നമുക്കറിയാം കണക്ഷൻ ഫീൽ ചെയ്യും. ആ സമയമാകുമ്പം അത് കറക്റ്റ് നടക്കേണ്ട പോലെ നടക്കുകയും ചെയ്യും. അപ്പം ഇനിയുള്ള യാത്രകളിലൊക്കെ ഇനിയും പങ്കെടുക്കാൻ സാധിക്കട്ടെ, ഇതുപോലെയൊക്കെയുള്ള അനുഭവങ്ങൾ ഇനിയും ഷെയർ ചെയ്യാൻ സാധിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. പിന്നെ ബ്രഹ്മനാടി ഹീലിംഗ്, ഈ പറഞ്ഞ തേടായി ഹീലിംഗ് ഒക്കെ ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും മാമിനെ വിളിക്കാം. ട്രിവാൻഡ്രത്താണ് സ്ഥലം. വിളിച്ച് പ്രീ ബുക്ക് ചെയ്ത് നേരിട്ട് കാണണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഓൺലൈനായിട്ടുള്ള ഹീലിംഗ് ഒത്തിരി വരുന്നത് കൊണ്ട് വേണം. മാത്രമല്ല എനിക്ക് അസിസ്റ്റൻസ് ഒന്നുമല്ല, ഞാൻ തന്നെയാണ് ഇതെല്ലാം ഡീൽ ചെയ്യുന്നത്. ഒരു ഓഫീസോ അങ്ങനെ കാര്യങ്ങളായി ഒരുപാട് പേരെ സഹായിക്കാൻ ഒന്നുമില്ല, ഒറ്റയ്ക്ക് ഡീൽ ചെയ്യുന്നുള്ള ചില താമസങ്ങളും ഒക്കെ ബുദ്ധിമുട്ടുകളൊക്കെ വരാറുണ്ട്. അത് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നതായിരിക്കും എനിക്ക് കൂടുതൽ സൗകര്യം. കോൾ അറ്റൻഡ് ചെയ്ത് നമ്മൾ സംസാരിക്കുമ്പോൾ ഒത്തിരി സമയം ആ കോൺവെർസേഷനിൽ തന്നെ പോകും. അപ്പോൾ ആ ഒരു ടൈമും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് നേരിട്ടൊരു കൺസൾട്ടേഷനും കൂടെ ചെയ്യാം. അപ്പോൾ ഓഡിയോ മെസ്സേജ് ഇട്ടിരുന്നാൽ എനിക്ക് ഫ്രീ ടൈമിൽ അതിനൊരു റിപ്ലൈ കൊടുക്കാനും അവർക്ക് എൻ്റെ ഒരു സേവനം കൊടുക്കാനും ഒക്കെ സാധിക്കും. നമ്മുടെ പ്രേക്ഷകർ ആ കാര്യം കൂടെ ശ്രദ്ധിക്കുക. ചിലരോട് കമന്റ് ബോക്സിലൊക്കെ വന്നിട്ട് കിട്ടിയില്ല. അതെ, ഒത്തിരി പരാതിയുണ്ട്. 2 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഫലം പറഞ്ഞു കൊടുത്ത ആൾക്കാരുമുണ്ട്. കാരണം ആ സമയത്ത് ഫോൺ ഹാങ് ആയിപ്പോയി, ഒത്തിരി മെസ്സേജസും കോളും ഒക്കെ വന്നിട്ടേ. അപ്പോൾ അവർ ജസ്റ്റ് മെസ്സേജ് ഇട്ട് നോക്കിയതാണ്. അങ്ങനെ എനിക്ക് പിന്നെ ഒരു നിയോഗമാണ്, അവർക്ക് പറയാൻ ഇപ്പോഴേ സമയമായുള്ളൂ. അതുകൊണ്ടാണ് 2 വർഷങ്ങൾക്ക് ശേഷം ഒരു ഫലം പറയാൻ പറ്റിയത്.
അപ്പോൾ ഇപ്പോഴും പല പല ഹീലിങ്സിലൂടെ പല പല പ്രശ്നങ്ങൾ മാറ്റിക്കൊടുത്ത് ആ റിസൾട്ട് അനുഭവിച്ച് ഒരുപാട് ആൾക്കാർ, ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരും അവരെ കമൻറ്റും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതെ, തീർച്ചയായിട്ടും അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് ഷെയർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് വെച്ചാൽ അനുഭവസ്ഥർ വന്ന് പറയുമ്പോഴാണല്ലോ മറ്റുള്ളവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റും. എന്നും ഈ പറഞ്ഞ ബാബയുടെ ബ്ലെസ്സിങ്സും നമ്മുടെ മാസ്റ്ററിന്റെ ബ്ലെസ്സിങ്സും എല്ലാ ഉപാസനമൂർത്തികളുടെ ബ്ലെസ്സിങ്സും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ നിർത്താം. അപ്പോൾ എല്ലാവരും നല്ലൊരു വർഷമായിരിക്കട്ടെ 2026. എല്ലാവരിലേക്കും അനുഗ്രഹങ്ങൾ എത്തട്ടെ. ആ ഒരു അൾട്ടിമേറ്റ് പവറിന്റെ ബ്ലെസ്സിങ്സ് കിട്ടട്ടെ. ഇതുവരെ വീഡിയോ കണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം. നമസ്തേ.